അടുത്തതായി വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മരിച്ചവർ എവിടെ പോകും? പൊതുവായി നമുക്കറിയാം, ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. കർത്താവിൽ വിശ്വസിച്ചതായ വ്യക്തിജീവിതം മരിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ പോകുമെന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവും പ്രാണനും ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അത് എങ്ങോട്ട് പോകും എന്നുള്ളതായ ഒരു ചിന്ത പുതിയ നിയമ വിശ്വാസികളുടെ ഇടയിലുണ്ട്. കാരണം പഴയ കാലത്ത് അബ്രഹാമിൻ്റെ മടി അഥവാ പറുദീസ അത് വിശുദ്ധന്മാരുടെ വിശ്രമ സ്ഥലമായിരുന്നു എന്നും മറ്റ് ചില സഭാവിഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു എന്നും ബസ്പുർഖാന അതുപോലുള്ളതായ റെസ്റ്റിംഗ് പ്ലേസുകൾ ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കുകയും അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് ഇപ്പോഴും ക്രിസ്തുവിൽ മരിക്കുന്നവർ പോകുന്നത് എന്ന് വിശ്വസിക്കുന്നതുമായ ഒരു കൂട്ടരുണ്ട്. എന്നാൽ നാം ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു ദൈവവചനത്തിൻ്റെ സത്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് പ്ലേസിനെ പറ്റിയോ ഇങ്ങനെ ഒരു പറുദീസയെ പറ്റിയോ ദൈവവചനത്തിൽ എടുത്തു പറയുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിനാധാരമായിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 2 കൊരിന്ത്യരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം താൻ അവിടെ പറയുന്നുണ്ട്: വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ വാഞ്ചിക്കുന്നു എന്ന്, അഥവാ അധികം ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആബ്സെന്റ് ഫ്രം ദ ലോഡ് ആൻഡ് പ്രസന്റ് ടു ബി വിത്ത് ആബ്സെന്റ് ഫ്രം ദ ബോഡി ആൻഡ് പ്രസന്റ് ടു ബി വിത്ത് ദ ലോഡ്. വിട്ടുപിരിഞ്ഞ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ വാഞ്ചിക്കുന്നു, താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പദമുണ്ട്, ആബ്സെന്റ്. അതിൻ്റെ അർത്ഥം നമുക്കൊക്കെയും അറിയാവുന്ന അർത്ഥങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഒരർത്ഥം ഇല്ലാത്തത് എന്ന് പറയുവാൻ കഴിയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിലവിലില്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പണ്ട് നമ്മളൊക്കെയും സ്കൂളിൽ പഠിച്ചിരുന്നതായ സമയത്ത് ക്ലാസ് ടീച്ചർ പേര് വിളിക്കുമ്പോൾ ഉള്ള കുട്ടികൾ പ്രസന്റ് എന്നും പറയും, ഇല്ലാത്തവർ ഹാജരില്ല എന്നും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ താൽക്കാലികമായ ഈ ശരീരത്തിൽ നിന്നുള്ളതായ ഒരു വേർപിരിയലാണ് മരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒരു ഉദാഹരണത്തിന് ഈ ആബ്സെന്റ് എന്ന പദത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെയും ചെറുപ്രായത്തിൽ നാം ക്ലാസ്സിലായിരുന്നപ്പോൾ പേര് വിളിക്കുമ്പോൾ ഒരു കുട്ടി ഹാജരല്ല എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ആ കുട്ടി ഇനിയും വീണ്ടും ക്ലാസ്സിൽ വരത്തില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആ ദിവസം അവൻ ആ ക്ലാസ്സിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെയാണ് മരണമെന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ വേർപിരിയലാണ്. വേർപിരിയൽ ശരീരത്തിൽ നിന്നുള്ളതായ വേർപിരിയലാണ്. ദൈവവചനം നൽകുന്നതായ ഒരു ഉത്തമമായ പ്രത്യാശ ഇതാണ്: മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി അല്ലെങ്കിൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ദൈവവചനം വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആ തിരുവചന ഭാഗത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ 1 തെസ്സലോനിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമുണ്ട്. അവിടെ പറയുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും
ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ താൽക്കാലികമായ ഒരു വേർപിരിയൽ ഈ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതിനെയാണ് മരണം എന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹാജറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇനി ഒരിക്കലും ക്ലാസ്സിൽ വരത്തില്ല എന്ന അർത്ഥമില്ല. അവൻ അന്ന് ക്ലാസ്സിൽ പ്രസന്റ് അല്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാം ചിന്തിച്ചതുപോലെ ഹാജറില്ല എന്ന് പറയുന്ന കുട്ടി വീണ്ടും ക്ലാസ്സിൽ വരുമെന്ന് പറയുന്നത് പോലെ വീണ്ടും ഒരു കൂടിച്ചേരൽ ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് ആബ്സെൻ്റ്, രണ്ടാമത്തെ പദം പ്രസന്റ് ടു ബി വിത്ത് ദ ലോർഡ്, ക്രിസ്തുവിനോടൊപ്പം സന്നിഹിതനായിരിക്കുക. അതായത് മരണശേഷം ക്രിസ്തുവിനോടൊപ്പം വിശ്വാസിയുടെ നേരിട്ടുള്ള സാന്നിധ്യത്തെയാണ് ഇത് തെളിവാക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമാണ് എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശേഷം ക്രിസ്തുവിനോടൊപ്പം വിശ്വാസിയുടെ നേരിട്ടുള്ള സാന്നിധ്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർക്കോ ക്രിസ്തുവിൽ മരിക്കുന്നവർക്കോ പ്രത്യേക വിശ്രമസ്ഥലമോ പറുദീസയോ ഉള്ളതായിട്ട് ദൈവവചനം വ്യക്തമാക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനും ന്യായവിധിക്കും മുമ്പേ ക്രിസ്തു യേശുവിൽ മരിച്ച ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ളതായ ചോദ്യം. ഇതും വളരെ പ്രാധാന്യമുള്ളതായ ഒരു ചോദ്യവും നാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സത്യം മനസ്സിലാക്കേണ്ടതും വളരെ ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. ദൈവവചനം പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ് മരണപുനരുത്ഥാനങ്ങൾ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചതെന്നും, അതായത് അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു എന്നും തിരുവചനം വ്യക്തമാക്കുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ വാഞ്ചിക്കുന്നു എന്നുള്ളതാണ്. വിട്ടുപിരിയൽ കൊണ്ട് അർത്ഥമാക്കുന്നത് മരണമാണ് എന്ന് നാം മുൻപ് കണ്ടു. പക്ഷേ ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയിൽ മരണം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ആത്മാവും പ്രാണനും വേർപെടുകയാണ് ചെയ്യുന്നത്. അതായത് ആ ശരീരത്തിൽ നിന്ന് ആത്മാവും പ്രാണനും വേർപിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആത്മാവും പ്രാണനും ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു. അതിനുശേഷം ഉണ്ടാകുന്നതായ പ്രക്രിയ, ഈ ശരീരത്തെ മറ്റുള്ളവർ എടുത്തുകൊണ്ടുപോയി ഭൂമിയിൽ സംസ്കരിക്കുന്നു, ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതായ ആ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കേവലം
ആത്മാവും പ്രാണനും മാത്രമാണ് ക്രിസ്തുവിനോട് സന്നിഹിതമായിരിക്കുന്നത്. ശരീരം ഈ ഭൂമിയിൽ സംസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ അവിടെ പറയുന്നതായ ഒരു വാക്യം വളരെയധികം ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 23-ാമത്തെ വാക്യത്തിൽ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം. 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 ആത്മാവ്, 2 പ്രാണൻ, 3 ദേഹമെന്ന് പറയപ്പെടുന്നു. ദേഹം അഥവാ നമ്മുടെ ജഡശരീരം, ആത്മാവും പ്രാണനും ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അത് ക്രിസ്തുവിനോട് സന്നിഹിതമായിരിക്കുന്നതായ അവസ്ഥ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതായ അവസ്ഥ. ആ അവസ്ഥ ഒരർത്ഥത്തിൽ അതൊരു ഇൻകംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് ആയിരിക്കും. അതായത് ആത്മാവും പ്രാണനും മാത്രം കൊണ്ട് ഒരു മനുഷ്യന് പൂർത്തീകരണം സംഭവിക്കുന്നില്ല. ഒരു മനുഷ്യനാകണമെങ്കിൽ അവന് ആത്മാവും പ്രാണനും ദേഹവും ഉണ്ടായിരിക്കണം. ഇവിടെ പൗലോസ് ഇത് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനോട് സന്നിഹിതമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. അതായത് ആത്മാവും പ്രാണനും മാത്രമായിരിക്കും. കാരണം ശരീരം ഈ ഭൂമിയിൽ സംസ്കരിക്കപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം അതാണ്. മുമ്പ് ഞാൻ ഓർപ്പിച്ച അതേ വചനത്തിൽ നിന്ന് തന്നെ നാം ചിന്തിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവുമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ ഒരു ഭാഗ്യകരമായ പ്രത്യാശ വിശ്വാസികൾക്കുണ്ട് എന്ന് നമുക്ക് കാണുന്നു. ഈ സമയത്ത് ആത്മാവും പ്രാണനും മടങ്ങി വന്ന് ഈ മർത്യ ശരീരത്തോട് ജോയിൻ്റ് ആകുമ്പോൾ അവൻ്റെ മരിച്ചവരുടെ പുനരുത്ഥാനം അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പ് അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ശാരീരികമായ പുനരുത്ഥാനം എന്ന് പറയുന്നത് ബൈബിൾ നൽകുന്ന മഹത്വകരമായ ഒരു സത്യമാണ്. ഭക്തനായിരിക്കുന്ന ഇയ്യോബ് പറഞ്ഞു, തൻ്റെ പ്രത്യാശ അവൻ പറയുന്നു, ഞാൻ ദേഹസഹിതനായിട്ട് കർത്താവിനെ കാണും, ദൈവത്തെ കാണുമെന്നാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിന് ഉത്തമ ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ ഒരു വ്യക്തിയിൽ, പ്രൈസ് ദി ലോർഡ്, അവനിൽ നിന്ന് പ്രാണനും ശരീരവും പ്രാണനും ആത്മാവും വേർപെട്ട് ക്രിസ്തുവിനോട് സന്നിഹിതരായിരിക്കുന്ന ആ വ്യക്തിയെ പിന്നെന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ, ആ പ്രാണനും ആത്മാവും മടങ്ങി വന്ന് ഈ ശരീരത്തോട് ജോയിൻ്റ് ആകും. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവൻ്റെ ഉയർപ്പ് സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു.